നമസ്കാരം. കൊയിലാണ്ടിയിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങിയ കോളേജ് വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. കൊയിലാണ്ടി പോയിൽക്കാവ് സ്വദേശി അനിയുടെ മകൾ ശ്രീനന്ദയാണ് മരിച്ചത്. മൃതദേഹത്തിൽ മുറിപ്പാടുകൾ കണ്ടെത്തിയതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയാണ് പെൺകുട്ടിയെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുദേവ കോളേജ് വിദ്യാർത്ഥിയാണ് ശ്രീനന്ദ. ഇന്നലെ പ്രദേശത്തെ അമ്പലത്തിലെ ഉത്സവത്തിൽ പെൺകുട്ടിയും കുടുംബവും പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് പെൺകുട്ടിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുന്നേ മരണം സംഭവിച്ചിരുന്നു. മൃതദേഹത്തിൽ നെറ്റിയിലടക്കം 3 സെന്റിമീറ്റർ ആഴത്തിൽ മുറിവുകളുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ദുരൂഹത ഉയർത്തുന്നത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണത്തിൽ ഒരു വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ആത്മഹത്യ ആവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ നെറ്റിയിൽ കാണുന്ന പാട് തന്നെയാണ് ഇതൊരു ആത്മഹത്യ അല്ല എന്ന നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പേരുടെ മൊഴിയെടുക്കേണ്ടി വരും. അതേസമയം ഈ ഒരു സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ പോലീസിന് അന്വേഷണം നടത്താൻ സാധിക്കൂ. അതേസമയം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ സ്വകാര്യ ഹോസ്റ്റലിൽ 22 വയസ്സുകാരിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പുങ്ങന്നൂർ മണ്ഡലത്തിലെ മാങ്കലം ഗ്രാമപഞ്ചായത്ത് സ്വദേശിയായ ഭുവനയാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. മോഹൻ ബാബു യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയായിരുന്നു. ചൊവ്വാഴ്ചയാണ് സംഭവം ഉണ്ടായത്. പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം പഠന ആവശ്യത്തിനായി താമസിച്ചിരുന്ന സ്വകാര്യ ഹോസ്റ്റലിലായിരുന്നു സംഭവമുണ്ടായത്. മുറിക്കുള്ളിൽ വിദ്യാർത്ഥിനിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഹോസ്റ്റൽ ജീവനക്കാർ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഹോസ്റ്റൽ മുറിയുടെ ചുവരുകളിൽ ചില കുറിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒടുവിൽ വിട വാങ്ങുന്നു എന്നായിരുന്നു ചുവരിൽ എഴുതിയിരുന്ന ഒരു വാചകം. സംഭവ സ്ഥലത്തെത്തിയ ചന്ദ്രഗിരി പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുപ്പതിയിലെ റൂയ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ആത്മഹത്യയുടെ കൃത്യമായ കാരണം ഇതുവരെ അറിവായിട്ടില്ലെന്ന് ചന്ദ്രഗിരി സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് കുമാർ പറഞ്ഞു. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ കേസ് അന്വേഷിക്കുകയാണ്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ, അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥിനിയുടെ മരണത്തിന് പിന്നാലെ സർവകലാശാലയിലെ ക്രമക്കേടുകളിലും പ്രശ്നങ്ങളിലും സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. അതേസമയം കൂട്ടുകാരുടെയും അധ്യാപകരുടെയും എല്ലാം മൊഴിയെടുക്കുന്നുണ്ട്.